നല്ല രസമുണ്ട് ഫസ്റ്റ് ഹാഫ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ്. പൃഥ്വിരാജ് ഡയറക്ട് ചെയ്തിരിക്കുന്നതെല്ലാം നല്ല രീതിയിൽ തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ ഭയങ്കര ക്യാച്ചിയാണ് കാണുമ്പോൾ തന്നെ. പിന്നെ ലാലേട്ടൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എപ്പോഴത്തെയും പോലെ തന്നെ ലാലേട്ടൻ താർത്തു. ഇനി സെക്കൻഡ് ഹാഫിന് വേണ്ടി അടിപൊളി, ഒന്നും പറയാനില്ല. ബാക്കി കാണാനായിട്ട് ഇങ്ങനെ എക്സൈറ്റഡ്. നല്ലായിരുന്നു. മോഹൻലാൽ ഫാനാണോ? ആണോ? ലാലേട്ടൻ ഫാൻ തന്നെയാണ്. ശ്രീജ, അത് തന്നെയാണ്, എല്ലാവരും അടിപൊളിയാണെന്ന് തന്നെയാ പറയുന്നത്. ഒരുപാട് ആവേശത്തിലാണ് എല്ലാവരും, ഒരുപാട് ആവേശത്തിലാണ്. കാരണം ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഫ്രെയിംസും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. ഞങ്ങൾ വെറുതെ സിനിമ കണ്ടേക്കാളും ആ ഫ്രെയിംസ് കുറച്ചും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട് ഡയറക്ഷൻ. അതുപോലെ BGO തിയേറ്റർ എന്തായാലും കുലുങ്ങും. നമ്മൾ പ്രതീക്ഷ ഹൈപ്പ് തീർച്ചയായിട്ടും ഉണ്ട്. ഡിസപ്പോയിന്റഡ് ആവില്ല, അത് ഉറപ്പാണ്. എല്ലാവരും നല്ല ഇതിൽ വരിക, കാണുക. ശ്രീജ, അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു യുവാവ് യൂണിഫോം ഉള്ളിലിട്ട് പുറമെ ഒരു ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങിപ്പോയി ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ്. പടം കഴിഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, 9:30 എക്സാം ഉണ്ട്, അപ്പൊ അതിനു മുന്നേ കോളേജിലെത്തണം, എക്സാം എഴുതിയിട്ട് രാത്രി ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിന് സെക്കൻഡ് ഹാഫ് വന്ന് കാണും. ഫസ്റ്റ് ഹാഫ് രാവിലെ വന്നിട്ട് പോയി, സെക്കൻഡ് ഹാഫ് ഇനി രാത്രി വന്ന് കാണുന്നു. അത്രയേറെ ആവശ്യം. എന്നിട്ട് പറയാ, ചിലപ്പോ ഞാൻ പരീക്ഷയ്ക്ക് ഞാൻ ലൂസിഫറിന്റെ കഥ എഴുതി വെക്കുമോ എന്നൊരു സംശയം കൂടി ഉണ്ടെന്ന് അവൻ പറഞ്ഞിട്ടാ പോയത്. അതെ, അതിൽ ആ കൊച്ചു പറഞ്ഞത് ഇനി ഇന്നത്തെ എക്സാമിന് ഞാൻ ലൂസിഫറിന്റെ കഥ എഴുതി വെക്കുമോ എന്നൊരു സംശയം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടാ അവിടെ നിന്ന് പോയത്. എന്തായാലും അവന്റെ പരീക്ഷ നന്നായിട്ടിരിക്കട്ടെ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും എന്തായാലും സിനിമയുടെ അണിയർ പ്രവർത്തകർ എന്തായാലും സിനിമ കണ്ടതിന് ശേഷമായിരിക്കും മാധ്യമങ്ങളോട് പ്രതികരിക്കുക. വലിയ പ്രതീക്ഷയാണ്. ഫസ്റ്റ് ഹാഫ് തന്നെ വലിയ സിനിമയെ പറ്റി നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് സിനിമ. അതിന്റെ പൃഥ്വിരാജിന്റെ മേക്കിംഗ്, ഒപ്പം ഇതിന്റെ മ്യൂസിക്, മോഹൻലാൽ പിന്നെ പറയണ്ടല്ലോ, മോഹൻലാൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ അവിടെ ഒരു മാസാണ്. അപ്പോൾ അങ്ങനെ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നല്ല റിവ്യൂ ആണ് പുറത്തു വന്നിരിക്കുന്നത്. സിനിമ അങ്ങനെ തന്നെ ആവട്ടെ. നമ്മുടെ അഭിമാനമായി തന്നെ ഈ എമ്പുരാൻ ലോകമെമ്പാടും ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ അറിയട്ടെ. മലയാളത്തിനും ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പൃഥ്വിരാജിലൂടെയും മോഹൻലാലിലൂടെയും തെളിയിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ ഒന്നുമില്ലാത്ത ഒരു തരം അത്രയേറെ ഹൈപ്പ് എന്നല്ല, അത്രയേറെ ആവേശമാണ് നമുക്ക് ഈ സിനിമയുടെ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ തിയേറ്ററിൽ വരുമ്പോൾ. കാരണം ഇത്രയും ഒരു ക്രൗഡ് ഞാൻ ഇതിനു മുൻപ് നമ്മൾ പല സിനിമകളുടെ റിവ്യൂ എടുക്കാൻ പോയിട്ട് ഒന്നും കാണാത്തതിന്റെ ഒന്നിത്.